വൃദ്ധൻ പെട്ടെന്ന് ഭയന്നുപോയി. പിന്നിൽ നിന്ന് ഒരു കൂട്ടം ചെന്നായകൾ അദ്ദേഹത്തിന് നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. ഭയന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. തിടുക്കത്തിൽ അദ്ദേഹം ഒരു ആടിനെ പിടികൂടി. തന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ വേർ കീറി. അങ്ങനെ ചെന്നായകളുടെ ശ്രദ്ധ ആ മുറിവേറ്റ ആടിൽ തങ്ങുകയും അദ്ദേഹത്തിന് ബാക്കിയുള്ള ആടുകളുമായി മുന്നോട്ടു പോകാനും കഴിയുമെന്ന് കരുതി. വൃദ്ധന്റെ തന്ത്രം ഫലിച്ചു. ചെന്നായകൾ മുറിവേറ്റ ആടിനെ ആക്രമിച്ചു അദ്ദേഹത്തെ പിന്തുടരുന്നത് നിർത്തി. ഈ അവസരം മുതലെടുത്ത് വൃദ്ധൻ ബാക്കിയുള്ള ആടുകളുമായി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ചെന്നായകൾ ആടിനെ തിന്നുതീർന്നാൽ വീണ്ടും തന്നെ പിന്തുടരുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പെട്ടെന്ന് വിറകുകൾ ശേഖരിച്ചു. എന്നിട്ട് ആടുകളോടൊപ്പം ഒരു വിറക്കൂട്ടത്തിന്റെ നടുവിൽ സ്വയം ഒളിച്ചു. ചെന്നായകൾ ആക്രമിക്കാൻ വന്നപ്പോൾ വൃദ്ധൻ വിറകുകൾക്ക് തീയിട്ടു. തീയുടെ ജ്വാലകൾ കണ്ട് ചെന്നായകൾ അടുത്തു വരാൻ ധൈര്യപ്പെട്ടില്ല. ഇത് കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ഒരു ചെന്നായ തീ മറികടന്ന് ഒരു ആടിന്റെ കാലിൽ കടിച്ചു. വൃദ്ധൻ അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആടിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചെന്നായ്ക്ക് കൂടുതൽ ശക്തിയുണ്ടായിരുന്നു. വൃദ്ധൻ നിലത്തു വീണുപോയി. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് ചെന്നായ ആടിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. വൃദ്ധൻ അടുത്തു കിടന്ന ഒരു വിറകെടുത്ത് ചെന്നായയുടെ തലക്കടിച്ചു. ചെന്നായ്ക്ക് പരിക്കേറ്റു. വൃദ്ധൻ ആടിനെ വലിച്ച് തീയിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നു. യാദൃച്ഛികമായി അതേ ആട് ഗർഭിണിയായിരുന്നു. ഭയവും സമ്മർദ്ദവും കാരണം അവൾ അകാലത്തിൽ പ്രസവിച്ചു. വൃദ്ധൻ അവളെ സഹായിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആട്ടിൻകുട്ടി ജനിച്ചു. സന്തോഷത്തോടെ അദ്ദേഹം അതിന് മീഡോണ എന്ന് പേരിട്ടു. ഇപ്പോൾ മീഡോണയെ മടിയിലിരുത്തി വൃദ്ധൻ മുഴുവൻ ആട്ടിൻകൂട്ടത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു കുന്നുകൂടി മാത്രം കടന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ കുന്നുകടന്നപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ തുടങ്ങിയ അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന്. അദ്ദേഹം 3 ദിവസവും 3 രാത്രിയും അലഞ്ഞുതിരിഞ്ഞു. വഴി കണ്ടെത്താനോ വിശ്രമിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വൃദ്ധൻ തളർന്നു തകർന്നുപോയി. ചിലപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി ഇരുന്ന് കരയുമായിരുന്നു. ചിലപ്പോൾ ആടുകളോട് ദേഷ്യം തീർക്കുമായിരുന്നു. എന്നിട്ട് ശാന്തനായി വീണ്ടും യാത്ര